KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ സർക്കാർ മാറി, PM ശ്രീയിൽ നമ്മൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയതാണ്. ഇപ്പോൾ എന്താണ് KSUവിന്റെ നിലപാട് PM ശ്രീയുമായി ബന്ധപ്പെട്ട്? അല്ല, പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ KSU ഉയർത്തിയ PM ശ്രീ വിഷയം വലിയ രീതിയിലേക്ക് ചർച്ചാ വിഷയമായപ്പോൾ കേരളത്തിൽ ആദ്യമായി സമരമുഖത്ത് ഇറങ്ങിയ വിദ്യാർത്ഥി സംഘടന കേരള വിദ്യാർത്ഥി യൂണിയനാണ്. അതിനുശേഷം മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ASF ഉൾപ്പെടെ MSF ഉൾപ്പെടെ മറ്റു വിദ്യാർത്ഥി സംഘടനകളെല്ലാം സമരമുഖത്തേക്ക് കടന്നു വന്നൊരു സാഹചര്യമാണ്. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഒരു നയം, ഭരണപക്ഷത്തായിരിക്കുമ്പോൾ മറ്റൊരു നയം എന്ന് നമുക്ക് സ്വാഭാവികമായി സ്വീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു PM ശ്രീ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഒരു അജണ്ടയാണ്, അതിൻ്റെ ഒരു കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് PM ശ്രീ എന്ന് പറഞ്ഞു. ആ നിലപാടിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട് പോയത് കൊണ്ടുള്ളതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. ഏകപക്ഷീയമായിട്ടുള്ള രീതിയിൽ ഈ സർക്കാരിന് പിന്മാറാൻ സാധിക്കുമോ എന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങളെപ്പറ്റിയെല്ലാം സർക്കാർ പഠിക്കുകയാണെന്നാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉൾപ്പെടെ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം അത് ഒരു വിധേനയും നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനെ പഴയ പോലെ തന്നെ അതിലും തീവ്രമായി തന്നെ എതിർക്കാൻ തന്നെയാണ് KSUവിന്റെ തീരുമാനം. PM ശ്രീ വേണ്ട എന്ന് തന്നെയാണ് KSUവിന്റെ നിലപാട്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഞങ്ങൾ സമരം ചെയ്ത് ഈ PM ശ്രീ വിഷയം ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയന്റെ സർക്കാർ ഒപ്പിടുന്ന ഘട്ടത്തിൽ ഈ വിഷയത്തെ വലിയ സമരമായി കൊണ്ടുവന്ന് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഞങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ. അത് തിരുത്തേണ്ടുന്ന യാതൊരു സാഹചര്യവും നിലവിലില്ല. പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ സർക്കാർ അധികാരം വിട്ടൊഴിയുന്നതിന് മുൻപ് രഹസ്യമായി അവരുടെ മുന്നണിയിലെ തന്നെ അംഗങ്ങളായിട്ടുള്ള CPIയെ പോലും വിശ്വാസത്തിലെടുക്കാതെ അവർ ഒപ്പുവെച്ച PM ശ്രീ പദ്ധതി, അതിൽ നിന്ന് ഏകപക്ഷീയമായി ഈ സംസ്ഥാന സർക്കാരിന് പിന്മാറാൻ സാധിക്കുമോ എന്നതിനെ പറ്റിയുള്ള സാങ്കേതികമായിട്ടുള്ള വശങ്ങളെപ്പറ്റി സർക്കാർ പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ് എന്നാണ് ഞാനും കരുതുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഈ നീറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ NSU വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് പൊതുവിൽ ഈ മുഖ്യമന്ത്രി തീരുമാനവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് പ്രതിഷേധം തമ്മിൽ കുറവായിരുന്നു. ഇനി അതിന്റെ തുടർ പ്രതിഷേധം എന്തൊക്കെയാണ് സംസ്ഥാനത്ത് ഉദ്ദേശിക്കുന്നത്? വിഷയവുമായി ബന്ധപ്പെട്ട് KSUവിന്റെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് വലിയ രീതിയിലേക്ക് അതൊരു പ്രതിസന്ധിയായി നിലവിൽ രൂപപ്പെട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോവുകയാണ്. നീറ്റിന്റെ വിഷയം മാത്രമല്ല, CBSE ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നു. വിദ്യാഭ്യാസ മേഖലയുടെ തന്നെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വിഷയത്തെ വളരെ ഗൗരവകരമായി ദേശീയ തലത്തിൽ NSU ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ചുവട് പിടിച്ച് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ NSU ദേശീയ അധ്യക്ഷൻ അടുത്ത ആഴ്ച കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി വലിയ രീതിയിലേക്കുള്ള നീറ്റുമായി ബന്ധപ്പെട്ട് CBSEയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ പരിപാടികൾ, പ്രതിഷേധ സംഗമങ്ങൾ നടത്തി മുന്നോട്ട് പോകാനാണ് KSU. ഏതൊക്കെ എന്തെങ്കിലും പ്രതിഷേധം പരിപാടി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സംസ്ഥാനം? ആദ്യഘട്ടം എന്ന രീതിയിലേക്ക് രാജ്ഭവൻ മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികളാണ്. അത് ദേശീയ അധ്യക്ഷനെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലേക്കുള്ള ഒരു മുന്നേറ്റമായി ഒരു ലോങ് മാർച്ചായിട്ട് നടത്താനാണ് KSU ആലോചിക്കുന്നത്. എന്തായാലും PM ശ്രീയിൽ പഴയ നിലപാടിൽ നിന്ന് U-turn അടിക്കാനില്ല എന്നാണ് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. ഒപ്പം തന്നെ ഈ നീറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ദേശീയ അധ്യക്ഷനെ ഉൾപ്പെടെ കൊണ്ടുവന്ന് സംസ്ഥാന തലത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് AV ജയശങ്കർ.